ॐ भूर्भुवस्वः तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि धियो यो न प्रचोदयात्. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിനയൻ. ഞാൻ ഈ ട്രസ്റ്റിൻ്റെ ചെയർമാനാണ്. ശ്രീ ഗുരുപ്രസാദം ട്രസ്റ്റിൻ്റെ ചെയർമാനാണ്. ഏറെക്കാലമായി എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരമാണ് ഞാൻ ഈ ശ്രീ ഗുരുപ്രസാദം ട്രസ്റ്റിൽ ഒരു വിസിറ്ററായി വരികയുണ്ടായി. അതിനുശേഷം ഈ ട്രസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെക്കാലമായി പ്രവർത്തിച്ചു വരുന്നു. നമുക്കറിയാം, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന അച്ഛൻ, അമ്മ, അതുപോലെ തന്നെ നിരാലംബരായ ആളുകളെ നമ്മൾ കണ്ടെത്തി അല്ലെങ്കിൽ മറ്റു ആളുകൾ മുഖാന്തരം അറിഞ്ഞുകൊണ്ട് നമ്മൾ ഈ ട്രസ്റ്റിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. അവരുടെ ദൈനംദിന കാര്യങ്ങളിലും അതുപോലെ തന്നെ അസുഖബാധിതരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ വളരെ ശ്രദ്ധാപൂർവം പരിചരിക്കുകയും അവരുടെ ഭക്ഷണ കാര്യങ്ങളിലും അസുഖ കാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധ കൊടുത്തുകൊണ്ട് അവരെ പുനരധിവസിപ്പിക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ ഈ ട്രസ്റ്റിൻ്റെ ഒരു രീതി. നമുക്കറിയാം, ഇന്ന് ലോകം വളരെ ഫാസ്റ്റാണ്, വളരെ അതിവേഗം സഞ്ചരിക്കുന്ന ഒരു നാട്. നമ്മുടെ സ്വന്തം അച്ഛനമ്മമാരെ പോലും നോക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് നമുക്കിന്ന് നമ്മുടെ നാട്ടിലുള്ളത്. അവരൊക്കെ കണ്ടെത്തി അവർക്ക് വേണ്ടതായ എല്ലാ പരിചരണവും നമുക്കിവിടെ നടന്നു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ കോൾ ചെയ്യുന്നു, അതുപോലെ ഒരുപാട് ആളുകളെ കൊണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു സൗകര്യം നമുക്കിവിടെ ഇല്ല. അപ്പം അതിന് വേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ അവർക്ക് വേണ്ടതായ ഒരു എല്ലാ ഫെസിലിറ്റിയോടു കൂടിയുള്ള ഒരു ബിൽഡിങ് നമ്മൾ പ്ലാൻ ചെയ്തു വരുന്നു. അതോടൊപ്പം തന്നെ ആയുർവേദം നമ്മൾ ഒരു ഹോസ്പിറ്റാലിറ്റി നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർമാരുടെ സേവനം നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ടെങ്കിലും നമുക്ക് സ്ഥിരം ഒരു ഡോക്ടർമാരുടെ സേവനം ലഭിക്കാവുന്ന ഒരു സാഹചര്യം നമ്മൾ ഒരുക്കുന്നുണ്ട്. പിന്നെ ഇവർക്ക് വേണ്ടതായിട്ടുള്ള മാനസികമായ ഉല്ലാസം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മെഡിറ്റേഷൻ മുതലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ പൊതുവെ ഈ ട്രസ്റ്റിനെ സംബന്ധിച്ച് ഒന്നും കൂടി വലിയ രീതിയിൽ നമ്മൾ വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. അപ്പം അതിന് നമ്മൾ ഈ ട്രസ്റ്റി അംഗങ്ങളും നമ്മളൊക്കെ തന്നെ ഒറ്റക്കെട്ടായി ഉള്ള പ്രവർത്തനമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒരു കാര്യം കൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമ്മളുടെ ഈ ശ്രീ ഗുരുപ്രസാദം ട്രസ്റ്റിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും ഈ നാട്ടിലും അതുപോലെ തന്നെ നമ്മുടെ ഈ ലോകം മുഴുവൻ അറിയുന്ന രീതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നമ്മളൊരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുകയാണ്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്കുണ്ടാവണം. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും സഹായിക്കണം എന്ന് മാത്രമാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. അപ്പം അതിനുവേണ്ടി നിങ്ങളുടെ ഏവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് മിനി. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ചെയ്തതാണ് ഈ ഗുരുപ്രസാദം എന്ന സ്ഥാപനം. 15 വർഷം കഴിഞ്ഞു ഇപ്പോൾ ചെയ്തിട്ട് ഞങ്ങളത്. അതിനിടയ്ക്ക് നല്ല രീതിയിൽ തന്നെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. പുറമെ ആർക്കും അറിയില്ലായിരുന്നു ഈ ഗുരുപ്രസാദം എന്നൊരു സ്ഥാപനത്തെ കുറിച്ചിട്ട്. ഇപ്പോഴാണ് കുറച്ചു പേരെങ്കിലും അത് അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. മറ്റുള്ള സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ബിൽഡിംഗ് എടുത്തു, വാടകയ്ക്ക് എടുത്തു, അല്ലെങ്കിൽ വേറൊരു ബിൽഡിംഗ് പണിതിട്ടാണ് ചെയ്യാറ്. ഞങ്ങളെ സംബന്ധിച്ച് ഗുരുപ്രസാദത്തിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ തുടങ്ങാൻ തന്നെ കാരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്നെ പോലെ പല സ്ത്രീകളും ഉണ്ടായിരിക്കും. അവർക്കൊരു അത്താണിയായിരിക്കും നമ്മുടെ ഈ ജന്മം എടുത്തത് കൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും വേറെ കാര്യങ്ങൾ ഉപയോഗം വേണ്ടേ. വെറുതെ വേസ്റ്റായി ജീവിക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ടാണ് സ്വന്തമായി തന്നെ വീട്ടിൽ ഇങ്ങനെ ഒരു സ്ഥാപനം
തുടങ്ങാമെന്ന് തന്നെ കരുതിയത്. ഇപ്പൊ തുടങ്ങിയിട്ട് 15 വർഷമായി. ഞങ്ങളിത് തുടങ്ങിയിട്ട് ഹസ്ബൻഡ് മരിച്ചിട്ട് 8 വർഷമായി. അതിനുശേഷം നാട്ടുകാരുടെ ഭാഗത്തുനിന്നും സ്റ്റേഷനിൽ നിന്നായാലും എല്ലാവരും പറഞ്ഞു പോണ്ട, ഇവിടെ തന്നെ നിന്നുകൊണ്ട് ഈ സ്ഥാപനം ഞങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി തുടങ്ങാമെന്നാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കൊച്ചുകുട്ടി പോലും കണ്ടു കഴിഞ്ഞാൽ എന്താ വേണ്ട ചേച്ചി, എന്താണ് വേണ്ടതെന്നുള്ള ചോദ്യങ്ങൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്നും എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നും ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടാണ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ തന്നെ. അതുപോലെ ആരെങ്കിലും മരിച്ചാലോ വയ്യാണ്ടായാലോ അരിയില്ലെങ്കിലോ ഒക്കെ കുറെ ആൾക്കാര് ഫാറൂഖ് അണ്ണൻ പോലീസ് സ്റ്റേഷനായാലും തൊട്ടടുത്തുള്ളവരായാലും ഒക്കെ പറയും എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഞങ്ങളോട് ചോദിക്കാൻ മടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വരെ ഈശ്വരന്റെ ഒരു അനുഗ്രഹം കൊണ്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഒരു ഭക്ഷണത്തിനോ ഒന്നിനും ഒരു ബുദ്ധിമുട്ട് ഇന്നവരെ വന്നിട്ടില്ല. എല്ലാവരുടെ സഹായങ്ങൾ കൊണ്ട് തന്നെയാണിത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ. പിന്നെ ഹിന്ദു ആചാരപ്രകാരമാണെങ്കിൽ ഇത് അയൂർമഠത്തിൽ കൊണ്ടുപോയി ബോഡി ദഹിപ്പിക്കലും അവരെ കർമ്മങ്ങൾ ചെയ്യലും ഹിന്ദു ആചാരപ്രകാരം അയൂർമഠത്തിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ആചാരപ്രകാരമാണെങ്കിൽ അത്തിക്കോടുള്ളൊരു പള്ളിയുണ്ട്, ഫാറൂഖ് അണ്ണൻ ഉബൈദ് എന്നവർ പറഞ്ഞവര് അവർ പള്ളിയിലേക്ക് മയ്യത്തെടുക്കലാണ് ഇവിടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ ഒരു 4 പേരാണ്. അത് എടവക പള്ളി, ആലത്തൂര് അങ്ങനെയുള്ളവടെയാണ് അവർ കൊണ്ടുപോയിരുന്നത്. ഇവിടെ മുസ്ലിം പള്ളിയിൽ എന്ന് പറഞ്ഞാൽ വെക്കാനായിട്ട് പുതൂര് പള്ളി ചോദിച്ചപ്പോൾ പറ്റാതെ അവർക്ക് എന്തോ പള്ളിയിൽ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ആ ആചാരങ്ങളിൽ നിന്ന് അവർ മാറി നിൽക്കുന്നത് കൊണ്ട് ഒരു മടിയും കൂടാതെ അത്തിക്കോട് പള്ളിയാണ് അത് ഏറ്റെടുക്കാറ്. 3-ാമത്തെ ദിവസം കവറ് മൂടല് അതൊക്കെ അവർ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. പിന്നെ അതിനുശേഷം നമ്മൾ സഹോദര സ്ഥാപനമായിട്ടൊരു സന്തോഷ വാർത്ത എന്ന് പറയാനായിട്ട് സഹോദര സ്ഥാപനമായിട്ട് ഞങ്ങളിപ്പോൾ എല്ലാവരും കൂടി ഒരു സഹോദര സ്ഥാപനം ശ്രീ ഗുരുപ്രസാദം തുടങ്ങിയിട്ടുണ്ട്. അത് നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ ഗുരുപ്രസാദം കൂടി ആയപ്പോഴാണ് ഗുരുപ്രസാദത്തിന് കൂടുതൽ മുന്നോട്ട് പോകാനുള്ളൊരു സാഹചര്യം കൂടി ഇതിൽ നിന്ന് കിട്ടും ചെയ്തു. ഒത്തൊരുമോട് കൂടി ഞങ്ങൾ ഒരു വീടിൽ എന്താ പറയുക ഒരു കുടക്കീഴിൽ എല്ലാവരും ഒരുമിച്ച് കൈകോർത്ത് പിടിച്ചുകൊണ്ട് നടന്നുകൊണ്ട് നല്ല രീതിയിൽ ഇത് ഇത്രയും കൂടി നല്ല രീതിയിൽ വിപുലീകരിച്ച് കുറച്ച് പേർക്ക് അധികം ആൾക്കാരെ താമസിക്കാനുള്ളൊരു കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനായിട്ട് ശ്രീ ഗുരുപ്രസാദം എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയും അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും എല്ലാവരുടെ സഹായ സഹകരണങ്ങളും നമ്മൾ പ്രതീക്ഷിച്ചു കൊള്ളുന്നു. നമസ്കാരം, ഞാൻ സുരേഷാണ്. ഞാൻ ഒരു മാർക്കറ്റിംഗ് ഹെഡായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന, പക്ഷേ 2018 ഇവിടെ ഈ ആശ്രമം വിസിറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ട് ഞാൻ ഇവിടെ വന്നതാണ്. ഒരു സേവന മനോഭാവമായിട്ട് നമ്മുടെ റിട്ടയർമെൻറ്റ് ജീവിതം നമ്മൾ ഫലപ്രദമായിട്ട് എങ്ങനെ ചെലവഴിക്കാം അതിൻ്റെ ഒരു വേദിയാണ് ഗുരുപ്രസാദം ചാരിറ്റബിൾ ട്രസ്റ്റ്. ഞാൻ ഇവിടെ വന്ന് ശ്രീ ഗുരുപ്രസാദം ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് സേവനം ആണ് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് വന്നത്. ഈ അന്തേവാസികളെ ശുശ്രൂഷിക്കുക, ഇത് മാത്രമേ ഉള്ള എൻ്റെ ആഗ്രഹം. ഇപ്പം ഏകദേശം 10 വർഷത്തിൽ കൂടുതലായി ഞാൻ ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ എങ്ങനെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുവാണ്, എങ്ങനെ ഇത് നല്ല രീതിയിൽ നല്ല ഫെസിലിറ്റി വൈസും എൻഹാൻസ് ചെയ്യാൻ, ഇത് മലയാളം ഫെസിലിറ്റി വൈസ് എൻഹാൻസ് ചെയ്യാനും എങ്ങനെ നന്നാക്കിയെടുക്കാനും നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാനും ഒരു നിരാലംബരായ ഒരു വ്യക്തികൾക്ക് ഒരു വേദിയാണ് ശ്രീ ഗുരുപ്രസാദം ചാരിറ്റബിൾ ട്രസ്റ്റ് സേവന മനോഭാവമായിട്ട് നടത്തുന്ന ഒരു സ്ഥാപനം. നന്ദി, നമസ്കാരം. നമസ്തേ, ഞാൻ OK മണികണ്ഠൻ. ഈ ഭാഗത്തെ എലപ്പുള്ളി പഞ്ചായത്തിലെ ഒരു ഇളയ സാമൂഹ്യ പ്രവർത്തകനാണ്. എല്ലാവരുടെ കാര്യങ്ങളും മനസ്സറിഞ്ഞ് സഹായിക്കാനും മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുവാനുമുള്ള മനസ്സുള്ള വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ ഇപ്പോൾ വർഷങ്ങളായി ഈ ഗുരുപ്രസാദം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ നമുക്ക് ഈ ട്രസ്റ്റിനെ കുറച്ചുകൂടി വിപുലിപ്പിച്ച് അതിനുവേണ്ട സഹായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുവാനുമുള്ള തീരുമാനം ഈ ട്രസ്റ്റിൻ്റെ നിലയ്ക്ക് ഭാരവാഹികൾ എടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി ഈ നാട്ടിലെ സന്മനസ്സുള്ള ആളുകളെ സന്ദർശിക്കുവാനും ആ സന്ദർശിക്കുന്നതിനോടുകൂടെ നല്ല മനസ്സിൻ്റെ ഉടമയായിട്ടുള്ള ആളുകളെ നമ്മൾ ഈ ട്രസ്റ്റിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ 37 അനാഥകളുണ്ട്, അവരെ സംരക്ഷിക്കുവാനും
അല്ല, നമ്മുടെ ഈ കാലഘട്ടം അതിനു പറ്റിയതാണ്. കാരണം നമ്മളെല്ലാവരും ഈ സമയമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്തും ഇതിന് സമയം കണ്ടെത്തി പാവങ്ങളെയും വയസ്സായ ആളുകളെയും സംരക്ഷിക്കുക, നോക്കുക, അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ചാരിറ്റബിൾ ട്രസ്റ്റിനു വേണ്ടി പ്രവർത്തിക്കാനും ഒരു ഭാഗ്യം കിട്ടിയ ഒരു ഇളയ ആളെന്ന നിലയ്ക്ക് നമുക്കൊന്ന് പറയാനുള്ളൂ, ഈ ട്രസ്റ്റിനെ വിപുലീകരിക്കാനും കുറെ കൂടി ആളുകൾക്ക് ഉപകാരപ്രദമാക്കുവാൻ വേണ്ടി ഇവിടെ ബിൽഡിംഗ് കെട്ടി ബുദ്ധിമാന്ദ്യമുള്ള കുറെ ആളുകളെ സംരക്ഷിക്കുവാനും ഇതിനു വേണ്ടി പ്രവർത്തിക്കുവാനുമാണ് ഈ ട്രസ്റ്റ് തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി ഇവിടെ കെട്ടിടങ്ങളും മറ്റു കാര്യങ്ങളും വരാൻ ഇരിക്കുകയാണ്. പുതിയതായിട്ട് നമ്മൾ ശ്രീ ഗുരു പ്രസാദം ചാരിറ്റബിൾ എന്ന പേരിൽ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ആ ചാനലിനെ മോട്ടിവേഷൻ ചെയ്യാൻ വേണ്ടി ഈ നല്ല മനസ്സുള്ള എല്ലാവരും സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി പറയുന്നു. നന്ദി, നമസ്കാരം. മാവേലി നടുവാണിടുങ്കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം. ആദികൾ ജാതികളൊന്നുമില്ല, ബാലമരണങ്ങൾ കേൾപ്പാനില്ല, ദുഷ്ടരെ കൺകണ്ടു കാണുന്നതില്ല, കള്ളവുമില്ല ചതിയുമില്ല, എല്ലോളമില്ല ഒളിവജേനം, തവളപ്പറയും ചേറുനഴിയും, കള്ളത്തരങ്ങേളും മറ്റൊന്നുമില്ല. മാവേലി നാടുവാണിടുങ്കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. മാവേലി നിന്റെ വരവു മൂലം പാവങ്ങൾ കഷ്ടത്തിലായി ഞങ്ങൾ, നേന്ത്രപ്പഴത്തോടു മല്ലടിച്ചു കൊന്ത്രപ്പല്ലൊക്കെ തകർന്നുപോയി. ഉപ്പേരി പപ്പേടം തിന്ന് ഉള്ള തിരിയും പറന്നു. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. പാറമേ കൈകുളപ്പ പഴനി മാളവനെ നാക്കിരണ്ട് வருகுதப்ப மேனாட்டும் காவிடிய அப்பா காவிடி வருகுதண்ண என்னோட மாளிக்கு வாங்களப்பா. சூர சுப்பரமணிய சுந்தரவதையேனு வேல் வேல் சக்தி வேல்வா. இடம்பும் கடம்படமாயிருவராமம் காவிடிய பஞ்சாச்சாரா விளங்குதா முருகன் പഞ്ചാച്ചാരാ വിളകുതാ. പ്രിയമുള്ളവരെ, ഞാനിന്ന് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഗുരുപ്രസാദം ചാരിറ്റബിൾ ട്രസ്റ്റ് ഓൾഡ് ഏജ് ഹോം എന്ന ഒരു ട്രസ്റ്റിന് വേണ്ടിയാണ്. എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ വിനയൻ പണിക്കവളപ്പിൽ ചെയർമാനായ ട്രസ്റ്റ് പാലക്കാട് പുതൂർ ഗ്രാമത്തിൽ കൊഴിഞ്ഞമ്പാറയ്ക്കടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ നിരവധി ക്ഷേത്രങ്ങളുടെയും നിരവധി കമ്പനികളുടെയും മീഡിയ ചെയ്ത് പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ട്രസ്റ്റിലേക്ക് പോകാനും അവിടെ കാണാനും സാധിച്ചതിൽ ഞാൻ എൻ്റെ ജീവിതത്തിലെ വലിയൊരു അനുഗ്രഹമായി കരുതുന്നു. ഇപ്പോൾ നിലവിൽ 50-ൽ പരം അന്തേവാസികൾ അവിടെ താമസിക്കുന്നുണ്ട്. അമ്മൂമ്മമാരായിട്ടും അപ്പൂപ്പന്മാരായിട്ടും. അതിൻ്റെ 20 വർഷത്തോളമായി അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇത് തുടങ്ങി വെച്ചത്.
ഇപ്പോൾ അത് വളരെ വിപുലമായി 4-5 ഏക്കർ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ട്രസ്റ്റ് ഇന്ന് വളരെ അശരണർക്കും ആശ്രിതർക്കും അഭയകേന്ദ്രമായി മാറിയിരിക്കുകയാണ്. അപ്പം അതിൽ പുതിയ സൗകര്യങ്ങളും പുതിയ സൗധങ്ങളും താമസ സൗകര്യങ്ങളും എല്ലാം ആയുർവേദ ട്രീറ്റ്മെൻറ്റിനുള്ള സൗകര്യങ്ങളും എല്ലാം അവിടെ വരേണ്ടത് അനിവാര്യമാണ്. അതിന് മറ്റു പല വ്യക്തികളുടെയും സഹായങ്ങൾ ഈ ട്രസ്റ്റിന് ആവശ്യമാണ്. ഇതിൻ്റെ ഉദ്ദേശത്തിലാണ് ശ്രീ ഗുരുപ്രസാദം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഉള്ളത്. ആ ചാനൽ തുടങ്ങാനും അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിൽക്കാനും സാധിക്കുന്നത് എൻ്റെ ജീവിതത്തിലെ ഒരു സൗഭാഗ്യമായി ഞാൻ കരുതുകയാണ്. കാരണം നമ്മളെല്ലാവരും മൺമറഞ്ഞു പോകേണ്ട ആളുകളാണ്. നമ്മൾക്ക് ഇന്ന് ഉള്ള ആളുകൾക്ക് അല്പം സഹായം ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്തും സൗഭാഗ്യവും സമാധാനവും. അതിന് എല്ലാവരുടെയും സഹായം ഞങ്ങൾക്കുണ്ടാകണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. അവിടുത്തെ ഒരു ഗാനം നമ്മളുടെ പ്രിയങ്കരിയായ വൈക്കം വിജയലക്ഷ്മി ആലപിക്കുന്നുണ്ട്. അതിനുവേണ്ടി വീഡിയോ ചെയ്യുന്ന ഒരു ആവശ്യത്തിലേക്കാണ് ഞാൻ അവിടെ ചെന്നത്. ഇതിനെല്ലാം നിങ്ങളുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.